ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരീട്ടാ. നമ്മളിപ്പോൾ ഇന്നൊരു സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൂപ്പ് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എല്ലാവരും കുടിക്കുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തടിക്ക് നല്ല ഹെൽത്താണ്, നല്ല ഒരു ടേസ്റ്റിയായ ഒരു സൂപ്പും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ട് നമ്മൾ സാധാരണ വന്നിട്ട് ഉണ്ടാക്കുന്നത് വേറെ പോലെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊന്ന് പറയേണ്ടിട്ടാ. ഇനിയിപ്പോൾ ഇത് വേണമെന്നില്ല, വേറെ എന്ത് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയൊന്ന്. അപ്പോൾ അത് പോത്തുംകാലാണ് കേട്ടോ. ചെറിയ പോത്തിൻ്റെ കാലാണ്. നമ്മൾ ആടിൻ്റെ കാലുകൊണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേമാതിരി തന്നെയാണ് ഇതും. നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയാലും. അപ്പോൾ തണുപ്പ് പോത്തുംകാലൊക്കെ പറഞ്ഞാൽ നമുക്ക് പോത്തിറച്ചി നമുക്ക് തണുപ്പുള്ള സാധനമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ബീഫിൻ്റെ കാലാട്ടാ, ബീഫ് ലെഗ്. അപ്പം ഇനി അത് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്താൽ പോത്തും കാലാന്ന് വിചാരിച്ചാൽ നിൽക്കണ്ട. അപ്പോൾ ഞാനൊരു തക്കാളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. തക്കാളിയൊന്നും നമ്മൾ അരിയണ്ട, അങ്ങനെ ഇട്ടാൽ ചെറുള്ളി ഇട്ടാൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ തോന ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കൂടെ ഇട്ടുകൊണ്ട് നമ്മളിത് നല്ല ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല പൊടികൾ. അപ്പോൾ ഇത് മാത്രം മതിയിട്ടാ. പിന്നെ കുരുമുളക് ഇടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ താളിക്കുമ്പോൾ ഇട്ടാലും മതി. അപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ സിലോൺ മല്ലിച്ചപ്പാണ്. അപ്പോൾ ഇത് നിറയെ ചെടീൻ്റെ ഉണ്ടായ കാരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ കുറച്ച് സിലോൺ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചീരകളാണ് കേട്ടോ. ചെറുചീര, പിന്നെ മൺതക്കാളി ചീരല്ല, ചെറുചീര. ഇത് വെള്ളാരം ചീരയാണ് ഇത് കേട്ടോ. മുത്തള് അറിയില്ലേ, അതാണിത്. ഈ ചീരയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക സൂപ്പിക്കൊക്കെ. പിന്നെ ചുവപ്പ് തണ്ടൻചീര, പച്ച തണ്ടൻചീര, പച്ച മുള്ളും ചീര, നമ്മളെ റോസ് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ പോയതേന്ന്. ഇപ്പോൾ ഒക്കെ തെഴുത്ത് വന്നിട്ടുണ്ട്. ഉണങ്ങി പോയതേന്ന്, വെള്ളമൊന്നും നനക്കാതായിട്ട്. പിന്നെ അത് വെള്ളം നനച്ച് ഇപ്പോൾ അടിവേരുന്നൊക്കെ വന്നതാണ്. അങ്ങനെ നമ്മളെല്ലാ ചീരകളും എടുത്തുകൊണ്ട് ഇതുപോലെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് സൂപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ചീരകൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ചീര സൂപ്പ് പോവും. ഇങ്ങനെ ഇതിലിട്ടാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്, ഈ മല്ലിച്ചപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മല്ലിച്ചപ്പ് ഇട്ടാലും മതി. അപ്പോൾ എന്ത് ചീര കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുരിങ്ങൻ്റെ ഇല വരെ നമുക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ കുക്കറൊന്ന് ഇപ്പോൾ മൂടി വെച്ച് കുറേ വിസിലടിച്ച് ഫുള്ള് വെള്ളമല്ലേ ഇനിയില്ലേ. അടിച്ചടിച്ചിപ്പോൾ ഒക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. നോക്കിയതുകൊണ്ട് അല്ലെങ്കിൽ പറ്റ വറ്റിയിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ നെയ്യും വെള്ളം കൂടെയാണ് അത്. അപ്പോൾ അത് തണുപ്പായ കാരണം കൊണ്ടൊന്ന് ഉറച്ച് വന്നു. രാവിലെ വെച്ചതേന്ന്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് അത് അതിൽ ഉറച്ച് നിന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഗ്യാസ് ഒന്നുകൊണ്ട് കത്തിച്ചപ്പോൾ അതൊന്നും കൊണ്ട് റെഡിയായി, നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുരുമുളക് അങ്ങനെയാണ് ഇട്ട് കൊടുക്കണത് കേട്ടാ. മൂപ്പിക്കണില്ല. കുരുമുളക് നമ്മൾ പൊടിച്ച കുരുമുളകാണ്, അതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് നല്ല തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചീര ഒന്നും കാണാനേ ഇല്ല, എല്ലാം അതിൽ നല്ല വെന്ത് നല്ല സൂപ്പായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലൊക്കെ ഇങ്ങനെ പൊടിയായി പോലെ ആയിക്കണം. നല്ല മണം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൂടെ ഇട്ടുകാണ്ട് ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കിയാൽ നല്ലതാണ് കേട്ടോ. സൂപ്പൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കുടിക്കണതൊക്കെ നല്ലതല്ലേ തടിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആട്ടുംകാലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് ചീരൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടിച്ചു നോക്കണേ. നമ്മൾ സാധാ സൂപ്പിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ല നെനുന്ന്, അതാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. അതാണ് ആ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാത്രത്തിൽ വെച്ചിക്കാണ്ട്. ഒരാൾ കുടിച്ചു കഴിഞ്ഞു. സൂപ്പോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ സൂപ്പൊക്കെ എല്ലാവരും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കുടിക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീട്ടിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് കുട്ടികൾക്കാകട്ടെ ഞമ്മക്കാകട്ടെ എല്ലാവർക്കും നല്ലതല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടിച്ച് നോക്കോണ്ടി, നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.